ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ സാധാരണ ബ്രൗണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മൈദയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി, നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ചോക്ലേറ്റ് ബ്രൗണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനൊരു സ്റ്റീൽ ബൗൾ എടുക്കുകയാണ്. ആദ്യം ബട്ടർ ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ചെയ്യണം. പിന്നെ ഞാൻ സാധാരണ നമ്മുടെ അമൂലിൻ്റെ സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ സോൾട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ റെസിപ്പിയിൽ. ഇനി നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എക്സ്ട്രാ ഒരു 2 നുള്ള് സോൾട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഇത് ഞാൻ റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം വെച്ച ബട്ടറാണ്, അതുകൊണ്ട് ബട്ടർ സോഫ്റ്റൻഡ് ആണ്. ഒരു സ്പാറ്റുലയുടെ സഹായത്തോടെ ഞാൻ ഈ ബട്ടർ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബട്ടറിൻ്റെ റാപ്പറിൽ പറ്റിയിരിക്കുന്ന ബട്ടറും ഞാൻ ഈ സ്പാറ്റുല വെച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഗ്യാസ് ഓൺ ചെയ്യുക. ഈ ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ചൂട് കട്ടിയുള്ള ഒരു സ്റ്റീൽ ബൗൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുക. നമുക്കിത് ഒരുപാട് അങ്ങ് മെൽറ്റ് ചെയ്ത് ഒരു ഗീയുടെ പരുവാകണ്ട, ജസ്റ്റ് ഒന്ന് മെൽറ്റായാൽ മതി, ഒന്ന് ഹീറ്റായാൽ മതി. തണുത്ത ബട്ടർ ആണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇത് എടുത്ത് ഇങ്ങനെ ചെയ്യാൻ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാണിത്. ഈ ബൗള് നല്ലതായിട്ട് ഇപ്പോൾ ചൂടായി, അതുകൊണ്ട് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യാണ്. ഇതിൻ്റെ ഈ ബൗളിൻ്റെ റെസിഡ്യൂ ഹീറ്റിലിരുന്ന് ഈ ബാക്കിയുള്ള ബട്ടറും മെൽറ്റ് ആയിക്കോളും. ഇപ്പം നമ്മുടെ ബട്ടർ നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഈ ബ്രൗണി ഉണ്ടാക്കാനുള്ള കേക്ക് പാന് റെഡിയാക്കാം. ഒരു 8 ഇഞ്ച് സ്ക്വയർ കേക്ക് പാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കേക്ക് ടിൻ നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ ബട്ടർ പൊതിഞ്ഞിരുന്ന റാപ്പറില്ലേ, അതിൽ പറ്റിയിരിക്കുന്ന ബട്ടറാണ് ഞാൻ ഈ ടിന്ന് ഗ്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. വെറുതെ അതിൽ കുറച്ച് ബട്ടർ എന്തായാലും പറ്റിയിരിപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അത് കളയണ്ട. സൈഡും ഒക്കെ നല്ലതായിട്ട് ഗ്രീസ് ചെയ്യാൻ ഓർക്കണം. ഇനി ഈ ബട്ടർ പേപ്പർ, ഈ അമൂലിൻ്റെ ഈ ബട്ടർ പേപ്പർ ഞാൻ ഇതിൻ്റെ നടുക്കായിട്ടിങ്ങനെ വെക്കുകയാണ്. ഇനി ഒരു ബട്ടർ പേപ്പർ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെക്കുക. ബട്ടർ പേപ്പർ മുറിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതുപോലെ 2 സൈഡിലും കുറച്ച് അധികം പേപ്പർ ഉണ്ടാകിയാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രൗണി ആണെങ്കിൽ നമ്മൾ ഈ ബ്രൗണി ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ പേപ്പറിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ബ്രൗണി പുള്ളി ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഓവൻ പ്രീഹീറ്റ് ചെയ്യണം 180 ഡിഗ്രി സെൽഷ്യസ്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുകൊണ്ട് ഈ പാത്രത്തിൻ്റെ ചൂടുമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. 1 കപ്പ് ഓർഗാനിക് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഈ റെസിപ്പിക്ക് വേണ്ടി ഞാൻ ഈ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്, ഈ ഓർഗാനിക് ഷുഗർ. ഇതിപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലും കടകളിലും ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ലോക്കലായിട്ട് ഇത് അവൈലബിൾ ആണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല, ഇവിടെ അടുത്തുള്ള ഒരു ജൈവ വെജ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഓർഗാനിക് ഷുഗറാണിത്. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും നിങ്ങൾ മുട്ട ആഡ് ചെയ്യുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് എന്നിട്ട് വേണം കേക്കിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസിലേക്ക് മുട്ട ചേർക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാണോ ഒരു മുട്ട ചീത്തയായതാണെങ്കിൽ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം വെറുതെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് എപ്പോഴും വേറൊരു ചെറിയ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം ഇതിലേക്ക് മാറ്റാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വനില എസൻസ്, ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ഞാൻ ജസ്റ്റ് ഒന്ന് ഐബോൾ ചെയ്ത് ഒഴിക്കുകയാണ്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിസ്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു എഗ് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ സ്പാറ്റുല വെച്ച് ഇടയ്ക്ക് ഒന്ന് 2 സൈഡും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നതൊന്ന് അടുക്കോട്ട് വരാൻ വേണ്ടിയാണ്. ബ്രൗണി ഉണ്ടാക്കുമ്പം പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എഗ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ചേർന്നോളും.
അതുകൊണ്ട് പഞ്ചസാര സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് സ്പാറ്റില കൊണ്ട് സൈഡിലുള്ള എല്ലാം ഒന്ന്, ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിലും ഈ ബാറ്റർ ഒന്ന് നല്ല ക്രീമി ആയിട്ടുണ്ട്, കുറച്ച് തിക്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. 1/3 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി എഗ് ബീറ്റർ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇന്ന് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് കയ്യിലില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്കിതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് എടുക്കാം. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുറിക്കുകയാണ്. ചോക്ലേറ്റ് ബ്രൗണി ആണല്ലോ, അപ്പം ഒരു മോയിസ്റ്റ് ആൻഡ് ഗൂയി ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുമല്ലോ. അപ്പം ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബ്രൗണിയിൽ എത്രമാത്രം ആഡഡ് അൺഹെൽത്തി ഫാറ്റ്സ് അല്ലെങ്കിൽ റിഫൈൻഡ് ഫ്ലവർ, മൈദ പോലുള്ള പിന്നെ വേറെ എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം നല്ല റിയൽ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. പിള്ളേർക്കൊരു ഹെൽത്തി ഡെസേർട്ടായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. മെഷർ ചെയ്ത് നോക്കാം. 1 കപ്പ് ചോപ്പ് ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഈ റെസിപ്പിക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് എടുത്താലും മതി. ഞാൻ എൻ്റെ റെസിപ്പീസിൽ ഉപയോഗിക്കുന്നത് മില്ലിൽ പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പാണ്. ഗോതമ്പ് മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് മില്ലിൽ പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പിൽ ആഡഡ് ഗ്ലൂട്ടൻ ഉണ്ടാവും. നമ്മളിങ്ങനെ പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പിൽ നാച്ചുറൽ ഗ്ലൂട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ്ട്രാ ആഡഡ് ഗ്ലൂട്ടൻ ഇല്ല. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതൊരു നാച്ചുറൽ പ്ലാന്റ് പ്രോട്ടീനാണ്. പക്ഷെ അത് അധികമായാൽ നമ്മുടെ ബോഡിക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബ്ലോട്ടിങ് പോലത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യാറ്. അപ്പം നമുക്കിനി 1 കപ്പ് ഗോതമ്പ് പൊടി വേണം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി നമ്മൾക്ക് മാറ്റി വെക്കണം. അതെന്തിനാണെന്ന് ഞാൻ പറയാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഡബിൾ ആക്ടിങ് ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്പാറ്റുല വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മാവൊന്ന് ഇതിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഉള്ള മാവൊക്കെ സ്പാറ്റുല കൊണ്ട് സ്ക്രേപ്പ് ചെയ്ത് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്യണം. ഈ മാവ് ഒന്ന് ഇത്തിരി ഒന്ന് ലൂസ് ആകാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാറ്റർ നല്ല പാകത്തിന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഈ ഗോതമ്പ് പൊടി ഈ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് കോട്ടാവണം. ഇപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് നല്ലതായിട്ട് കോട്ടായിട്ടുണ്ട് ഈ ഗോതമ്പ് പൊടിയിൽ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പം
അടിയിലേക്ക് പോവില്ല, അത് ഈവനായിട്ട് സ്പ്രെഡായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു 3/4 പോർഷൻ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. സ്പാറ്റില കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ സ്മോൾ പീസസ് ഇതിൻ്റെ മുകളിൽ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. എൻ്റെ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്ററാണ്. ഒരു 18 to 20 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ മതിയാവും. പിന്നെ ഓവൻ ടെമ്പറേച്ചർ ഓരോ ഓവൻ്റെ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള ചോക്ലേറ്റ് ബ്രൗണീസ് ബേക്ക്ഡ് ആയിട്ടുണ്ട്. ബ്രൗണീസ് സാധാരണ കുറച്ചൊരു അണ്ടർ കുക്ക്ഡ് ആയിട്ട് നമുക്ക് തോന്നും. ഒരു ടൂത്ത് പിക്ക് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് അല്ലെങ്കിൽ ബ്രൗണി നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കൊരു നൈഫ് കൊണ്ട് ഇതിൻ്റെ സൈഡൊന്ന് ഇങ്ങനെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. കേക്ക് ഈ സൈഡിലും എല്ലാം ഒട്ടി ഇരിപ്പുണ്ടെങ്കിൽ ഈ നൈഫ് കൊണ്ടൊന്ന് നമുക്കിങ്ങനെ അതൊന്ന് വിടിയിച്ചെടുക്കാം. നമ്മൾ രണ്ട് സൈഡിലും ബട്ടർ പേപ്പർ ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുള്ളതുകൊണ്ട് ഈ ബ്രൗണി നമുക്ക് ഈ പാനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രൗണി പാനിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് അങ്ങനെ വെച്ചിരുന്നത്. ഇനി നമുക്കിത് ഒരു വയർ റാക്കിലേക്ക് മാറ്റാം. ഇപ്പോൾ ബ്രൗണി ഒരു വയർ റാക്കിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം ഒന്ന് ആറാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഒന്നൊന്ന് ആറിക്കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്തെ ടെക്സ്ചർ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ബ്രൗണി ഉണ്ടാക്കാൻ പറ്റി. ഇനി നിങ്ങൾ ബേക്കറിയിൽ നിന്നൊന്നും പിള്ളേർക്ക് വാങ്ങി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ബ്രൗണിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കുക്കറിലോ തവയിലോ ഒക്കെ ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി കുക്കറിലും തവയിലും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ പോയിട്ട് നോ ഓവൻ കേക്ക് റെസിപ്പീസ് നിഷ ഹോമി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ നോക്കാൻ പറ്റും. നമ്മുടെ ബ്രൗണി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ടെക്സ്ചറുള്ള ബ്രൗണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.